ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, മൂലപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. മൂലപാപമായ അസൂയയെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുക. മറ്റൊരു വ്യക്തിയുടെ ഉയർച്ചയിലും വളർച്ചയിലും നേട്ടങ്ങളിലും ഒരു വ്യക്തിയുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന നീരസവും അസ്വസ്ഥതയുമാണ് അസൂയ എന്നറിയപ്പെടുന്നത്. പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സാവൂൾ രാജാവിൻ്റെ ജീവിതത്തിൽ അസൂയ വന്നു നിറയുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെക്കുറിച്ച് 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 സാമുവേൽ 18-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കറിയാം, അവിടെ ദാവീദും സാവൂളുമാണ് ഉള്ളത്. സാവൂൾ രാജാവ് ഇസ്രായേലിലെ ദൈവം തിരഞ്ഞെടുത്ത ആദ്യത്തെ രാജാവാണ്. എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. ഒത്തിരിയേറെ യുദ്ധങ്ങളിൽ വിജയം നേടുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ അദ്ദേഹം വളരെ പ്രശസ്തിയിലും പ്രതാപത്തിലും മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോലിയാത്തിനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതിസന്ധികളൊക്കെ ആ രാജ്യത്തുണ്ടാകുന്നത്. ദാവീദിന് ഗോലിയാത്തിനെ ദൈവസഹായത്താൽ വധിക്കുവാൻ സാധിച്ചു. അത് രാജ്യത്തിൻ്റെ തന്നെ ഒരു വലിയ ഭീഷണിയായിരുന്നു, വലിയൊരു പ്രതിസന്ധിയായിരുന്നു. അതിനുശേഷം സാവൂളിൽ അസൂയ ജനിക്കുന്നതിനെക്കുറിച്ച് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ ഭാഗത്തിൻ്റെ വചനഭാഗത്തിൻ്റെ ഹെഡിങ് തന്നെ സാവൂളിൻ്റെ അസൂയ എന്നാണ്. 1 സാമുവേൽ 18-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളത് വായിക്കുകയാണ്. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി, സാവൂൾ 1000-ങ്ങളെ കൊന്നു, ദാവീദ് 10,000-ങ്ങളെയും. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. കോപാകുലനായി അവൻ പറഞ്ഞു, അവർ ദാവീദിന് 10,000-ങ്ങൾ കൊടുത്തു, എനിക്കോ 1000-ങ്ങളും. ഇനി രാജത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത്? അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ദൈവം അയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. ദാവീദാകട്ടെ പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. സാവൂളിൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തമെറിഞ്ഞു. ദാവീദ് 2 പ്രാവശ്യം ഒഴിഞ്ഞു മാറി. സ്നേഹമുള്ളവരെ, നല്ല പ്രശസ്തനായ പേരുള്ള എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്ന സാവൂൾ, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ദാവീദ് എന്ന ഇടയബാലനോട് വലിയൊരു അസൂയ ഉണ്ടാവുകയാണ്. കാരണം സാവൂളിന് സാധിക്കാത്തൊരു കാര്യം ദാവീദ് ചെയ്തു. അപ്പോൾ അത് തീർച്ചയായിട്ടും ആദ്യ സമയത്തൊക്കെ അത് സന്തോഷമായിരുന്നു, ഒരു വലിയ അപകടം ഒഴിവായല്ലോ എന്ന ചിന്തയായിരുന്നു. പക്ഷെ പിന്നീട് ഈ സ്ത്രീകളൊക്കെ തെരുവുകളിലൂടെയൊക്കെ പോകുമ്പോൾ സ്ത്രീകൾ പാടിയത് സാവൂളിനെ വലിയ അസ്വസ്ഥപ്പെടുത്തി. കാരണം ദാവീദ് 10,000-ങ്ങളെ കൊന്നു, സാവൂൾ 1000-ങ്ങളെ കൊന്നു എന്നാണ് സ്ത്രീകൾ പാടിയത്. അപ്പോൾ സാവൂൾ ചോദിക്കുകയാണ്, അവർ ദാവീദിന് 10,000-ങ്ങളെ കൊടുത്തു, എനിക്ക് 1000-ങ്ങളെയാണ് തന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ നേട്ടത്തിൽ, ഉയർച്ചയിൽ, വളർച്ചയിൽ ഉള്ളിൽ നീരസമുണ്ടാകുന്നതിന് വലിയൊരു ഉദാഹരണമാണ് സാവൂളിൻ്റെ സംഭവം. പിന്നീട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, സാവൂള് ഒരു ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു എന്നാണ് വചനത്തിൽ പറയുന്നു. അതെ, അസൂയ വന്നു നിറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ബുദ്ധിയും ബോധവും ഒക്കെ പ്രവർത്തിക്കാതെയാകുന്നു. അസൂയ മനുഷ്യരെ അന്ധരാക്കി മാറ്റുന്നു. അപ്പോൾ ദാവീദ് അപ്പോഴും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് സന്തോഷം വരുത്തുവാൻ കിന്നരം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കുന്തമെടുത്ത് സാവൂള് ദാവീദിന് നേരെ എറിയുകയാണ്, ആ ചുമരോട് ചേർത്ത് ദാവീദിനെ കൊന്നുകളയാൻ. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അസൂയ, വേറൊരാളോട് അസൂയ തോന്നി തുടങ്ങിയാൽ ആ വ്യക്തി എന്തുമാത്രം മാറിപ്പോകും, എന്തുമാത്രം ക്രൂരമായിട്ട് ചിന്തിക്കും, എന്തുമാത്രം മറ്റുള്ളവരോട് ക്രൂരമായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതിനൊക്കെ വലിയ ഉദാഹരണമാണ്
എന്തുമാത്രം ഉള്ളിലുള്ള സ്നേഹമൊക്കെ ചോർന്നു പോകും എന്നുള്ളതിനൊക്കെ വലിയ ഉദാഹരണമാണ് സാവൂളിൻ്റെ ഈ സംഭവം. ആ വചനഭാഗത്തിൻ്റെ ഹെഡിങ് തന്നെ കൊടുക്കുക, സാവൂളിൻ്റെ അസൂയ എന്നാണ്. സ്നേഹമുള്ളവരെ, അസൂയ എന്ന മൂലപാപം മറ്റുള്ളവരുടെ വളർച്ച, അവരുടെ ഉയർച്ച, നേട്ടങ്ങൾ, അതിലൊരു വ്യക്തിക്കുണ്ടാകുന്ന നീരസമാണ്. വാസ്തവത്തിൽ ഈ അസൂയ ഉണ്ടാകുന്നത് തന്നെ മറ്റുള്ളവരുടെ നേട്ടങ്ങളിലേക്ക്, വളർച്ചകളിലേക്ക് ആവശ്യമില്ലാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഈ അസൂയ വളരെ ശക്തമായിട്ടുണ്ടാകുന്നത്. ഈ അസൂയയ്ക്ക് അതുപോലെ തന്നെ വേറെ നല്ലൊരു ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ആബേലിൻ്റെയും കായേനിൻ്റെയും സംഭവം. നമുക്കറിയാം, അവർ സഹോദരങ്ങളാണ്, അവർ ജ്യേഷ്ഠനും അനിയനുമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ദൈവത്തിന് ബലിയർപ്പിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, കായേൻ കൃഷിക്കാരനായിരുന്നു, ആബേൽ ആടിനെ വളർത്തുന്ന ആട്ടിടയനായിരുന്നു. കായേൻ കുറച്ച് പച്ചക്കറികളൊക്കെ അല്ലെങ്കിൽ ആദ്യ ഫലങ്ങളൊക്കെ ദൈവത്തിന് സമർപ്പിച്ചു. പക്ഷേ ആബേൽ സമർപ്പിച്ചത് വളരെ ശ്രേഷ്ഠമായ ഒരാട്ടിൻകുട്ടിയുടെ കൊഴുപ്പ് നിറഞ്ഞ നല്ല ശരീരഭാഗങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആബേലിൻ്റെ കാഴ്ചകളിൽ ദൈവം പ്രസാദിച്ചു, ദൈവം ആബേലിനെ അനുഗ്രഹിച്ചു. ഇതറിഞ്ഞപ്പോൾ കായേനിൽ വലിയ അസ്വസ്ഥതയുണ്ടായി, അസൂയയുണ്ടായി. കായേനിൽ അസൂയയുണ്ടായി. അപ്പോൾ ആ കായേൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൽ, മനസ്സിലൊക്കെ നിറയെ കോപം വന്ന് നിറഞ്ഞു. അത് ദൈവം മനസ്സിലാക്കി. ദൈവം കായേനോട് ചോദിക്കുന്നുണ്ട്, കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? അപ്പോൾ കർത്താവിന് കായേൻ്റെ കോപത്തിൻ്റെ കാരണം മനസ്സിലായി. കർത്താവിന് കായേൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ മനസ്സിലായി. അപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, നീ ഉചിതമായി പ്രവർത്തിച്ചാൽ മതി, നിനക്ക് ആബേലിനെ പോലെ തന്നെ സ്വീകാര്യനായി തീരാൻ സാധിക്കും. പക്ഷേ തനിക്ക് കിട്ടാത്തതെന്തോ തൻ്റെ സഹോദരന് കിട്ടിയപ്പോൾ അതൊരു വലിയ നീരസത്തിലേക്ക്, അമർഷത്തിലേക്ക് കായേനെ കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, കായേൻ്റെയും ആബേലിൻ്റെയും ആ സംഭവം നമ്മൾ വായിക്കുമ്പോൾ പിന്നീട് ആബേലിനെ കൊന്നുകളയുന്ന ഒരവസ്ഥയിലേക്ക് കായേൻ്റെ ഹൃദയം കഠിനമായി പോവുകയാണ്. കായേനിലെ അസൂയ അത്രമാത്രം കായേനെ മോശമാക്കി തീർക്കുകയാണ്. കർത്താവിൻ്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്, നമ്മളുടെ ജീവിതത്തിൽ ഈ മൂലപാപമായ അസൂയ കടന്നു വരാം. അസൂയ കടന്നു വന്നാൽ, മറ്റുള്ളവരുടെ ഉയർച്ചയിലും വളർച്ചയിലും ഉള്ള ഈ അസൂയ കടന്നു വന്നാൽ അത് നമ്മളല്ലാതാക്കി മാറ്റാം. സാവൂളിനെ മറ്റൊരു ദുഷ്ടനാക്കി മാറ്റി, അല്ലെങ്കിൽ കായേനെ സ്വന്തം സഹോദരനെ കൊല്ലുന്ന ഒരു ദുഷ്ടനാക്കി മാറ്റിയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അസൂയയ്ക്ക് ഇടം കൊടുത്താൽ അത് വലിയ പ്രതിസന്ധികളിലേക്ക് നമ്മളെ നയിക്കും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ വായിക്കുകയാണ്, നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. നമുക്കറിയാം, അസ്ഥികൾ പെട്ടെന്നൊന്നും ജീർണിക്കുകയില്ല. അസ്ഥികളെ ജീർണിക്കണമെങ്കിൽ അത്രയും ശക്തമായ രീതിയിലുള്ള എന്തെങ്കിലും കാരണം വേണം. ഇപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിൻ്റെ അസ്ഥികളെ പോലും ജീർണിപ്പിക്കുവാൻ ശക്തിയുണ്ട് ഈ അസൂയ എന്ന വിഷത്തിന്. അതുകൊണ്ട് അസൂയയിൽ നിന്ന് നീ അതിനെ അതിജീവിക്കണമെന്ന് കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, എന്താണ് അതിൻ്റെ അർത്ഥം? ഒരാളുടെ ജീവിതത്തിൻ്റെ ആയുസ്സിനെ അസൂയ ബാധിക്കുന്നു, ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വ്യക്തിയിൽ അസൂയ നിറഞ്ഞാൽ, മറ്റുള്ളവരുടെ വളർച്ചയിലും ഉയർച്ചയിലുമുള്ള ഈ നീരസം നിറഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ആ വ്യക്തിയുടെ ആരോഗ്യത്തെ ബാധിക്കും, ആ വ്യക്തിയുടെ ആരോഗ്യത്തെ ബാധിക്കും, ആ വ്യക്തി രോഗിയായി മാറും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസൂയ അത് സ്വാഭാവികമായിട്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അസൂയ അതിനെ അതിജീവിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട വഴി നമ്മൾ ജീവിതത്തിൽ സംതൃപ്തിയുള്ളവരായി കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ തന്നെ ജീവിതത്തിലെ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക, കഴിവുകളിലേക്ക് നോക്കുക, കുടുംബത്തിലേക്ക് നോക്കുക, നേട്ടങ്ങളിലേക്ക് നോക്കുക.
അതിൽ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 11-12 തിരുവചനങ്ങളിൽ പൗലോസ് ലീഹ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കുവാൻ എനിക്കറിയാം. സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിൽ കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം ഒരേപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് സാധിക്കും. പൗലോസ് ലീഹായുടെ ആ മനോഭാവം എത്ര മനോഹരമായിട്ടുള്ള ഒരു മനോഭാവമാണ്. ഏത് ജീവിത സാഹചര്യത്തിലും നല്ല രീതിയിൽ സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ തനിക്ക് സാധിക്കുമെന്ന് പൗലോസ് ലീഹ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഈ അസൂയ എന്ന മൂലപാപത്തെ ഒഴിവാക്കുവാൻ ഉള്ള വളരെ പ്രധാനപ്പെട്ട വഴിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നേട്ടങ്ങളിലേക്ക് നോക്കുക, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളിലേക്ക് നോക്കുക, അതിന് ദൈവത്തോട് നന്ദി പറയുക. അപ്പോൾ അസൂയ എന്ന മൂലപാപത്തെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം അസൂയ എന്ന മൂലപാപത്തെ അതിജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നന്ദി നിറഞ്ഞൊരു മനോഭാവം നമുക്കുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നന്ദി, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ അതൊക്കെ ഓർക്കുക. അതോർത്ത് ദൈവത്തിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ അസൂയ നമ്മളിന്ന് വിട്ടുപോകും. തെസ്സലോനിക്കക്കാരുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ വചനം പറയുകയാണ്, നമുക്ക് അസൂയ ഒഴിവാക്കാൻ സാധിക്കും, സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. കുടുംബ ബന്ധങ്ങളിൽ സഹോദരങ്ങളുടെ ഇടയിൽ ഇതുപോലെ അസൂയ ഉണ്ടാകാം. കായൻ്റെ ആബേലിൻ്റെയൊക്കെ ജീവിതത്തിൽ പോലെ നമ്മുടെ നാട്ടിലും വീടുകളിലൊക്കെ സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാകാം, സഹോദരിമാരുടെ ഇടയിലൊക്കെ ഉണ്ടാകാം. അവിടെയൊക്കെ നമ്മുടെ നന്മകളിലേക്ക്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ അസൂയ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ താരതമ്യം ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ താരതമ്യം ചെയ്യാതിരിക്കുക. അയൽപ്പക്കക്കാരുമായി, കൂടെ പഠിക്കുന്നവരുമായി, ജോലി ചെയ്യുന്നവരൊക്കെ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ താരതമ്യം ചെയ്യാതിരിക്കുക. അവർക്ക് ചില നേട്ടങ്ങളും കഴിവുകളൊക്കെ ഉണ്ട്, എനിക്കും അതേപോലെ തന്നെ നേട്ടങ്ങളും കഴിവുകളൊക്കെ ഉണ്ട് എന്ന് ചിന്തിച്ച് ദൈവത്തിന് നന്ദി പറയുക. അതോടൊപ്പം നമ്മുടെ കൂടെയുള്ളവരെയും സഹോദരങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ അസൂയ എന്ന മൂലപാപത്തെ അതിജീവിക്കുവാൻ നമ്മളെ സഹായിക്കും. സ്നേഹമുള്ളവരെ, അസൂയ നമ്മുടെ ജീവിതത്തിൽ ശക്തമായാൽ അത് കുടുംബ ബന്ധങ്ങളെ തകർക്കും, സാമൂഹിക ബന്ധങ്ങളെ തകർക്കും, സഹോദരങ്ങളുടെ ഇടയിലെ ബന്ധങ്ങളെ തകർക്കും, വലിയ പ്രതിസന്ധികളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. സാവൂളിനെ പോലെ ഭ്രാന്തമായി പുലമ്പിക്കൊണ്ടിരുന്ന സാവൂളിനെ പോലെ ഒരുപക്ഷെ നമ്മുടെ മാനസിക നില തന്നെ തകരാറിലാക്കും. സഹോദരനെ കൊന്ന കായനെ പോലെ അപകടങ്ങൾ ഉണ്ടാക്കും. നമുക്ക് തുടർന്ന് വരുന്ന ആരാധനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ, ഈ അസൂയയിൽ നിന്ന് മോചനം നേടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഒരു പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു, നിനക്കാരാധന. എൻ്റെ സ്നേഹം നൽകിയിടും നാഥാന, നിനക്കാരാധന. തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു, നിനക്കാരാധന. എൻ്റെ സ്നേഹം നൽകിയിടും നാഥാന, നിനക്കാരാധന. ആരാധന, ആരാധന, ആരാധന യേശുനാഥ.
ആരാധന 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 യേശുനാഥ ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മെ സ്നേഹിക്കുന്ന നല്ല ദൈവം മനുഷ്യമക്കളോടൊപ്പം എപ്പോഴും ആയിരിക്കുവാനുള്ള ആഗ്രഹത്താൽ ഈ ദിവ്യകാരുണ്യത്തിൽ, ഈ തിരുവോസ്തി രൂപനായി ഈശോ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് സൗഖ്യം, ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് വിടുതലും അഭിഷേകവും നമുക്ക് ലഭിക്കുന്നത്. നോമ്പ് കാലത്തിൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ട് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്ന സമയമാണല്ലോ. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. മൂലപാപങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിച്ച വിഷയം അസൂയ എന്ന പുണ്യത്തെക്കുറിച്ചാണ്. സ്നേഹമുള്ളവരെ, അസൂയ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു? അസൂയ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ നന്മകളെ എടുത്തു കളയുന്നു? അസൂയ എങ്ങനെ നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റുന്നു? അതാണ് തിരുവചനങ്ങളിലൂടെ നമ്മൾ ധ്യാനിച്ചത്. സാവോള് ഇസ്രായേൽ ആദ്യത്തെ രാജാവായിരുന്നു, നല്ലവനായിരുന്നു, ഒത്തിരിയേറെ പേരുകെട്ടവനായിരുന്നു. പക്ഷേ ദാവീദിനോട് അദ്ദേഹത്തിന് അസൂയ തോന്നി. കാരണം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ ഉയർച്ചയിലും നേട്ടത്തിലും ഒക്കെ തോന്നുന്ന ഒരു നീരസമാണ് അസൂയ എന്ന് പറയുന്നത്. ദാവീദ് അദ്ദേഹം ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം ഇസ്രായേലിലെ സ്ത്രീകൾ തെരുവുകളിൽ ഇങ്ങനെ പാടി, സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. അതിൽ സാവൂളിന് അസൂയ വളരെ ശക്തമായിട്ട് കടന്നു വന്നു. കാരണം രാജാവായ തനിക്ക് അവർ 1000 തന്നപ്പോൾ ദാവീദിന് അവർ 10,000 കൊടുത്തു. അതേ ഈ അസൂയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു, അദ്ദേഹത്തിലെ നന്മകൾ എടുത്തു കളഞ്ഞു. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നുവെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ അസ്വസ്ഥതകളുണ്ടായി. ദാവീദിനെ കൊല്ലുവാൻ തക്ക വിധത്തിൽ വെറുപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അസൂയ മൂലം കുന്തമെറിഞ്ഞ് അദ്ദേഹം ദാവീദിനെ കൊല്ലാൻ നോക്കി. സ്നേഹമുള്ളവർ, അസൂയ കടന്നു വരുമ്പോൾ അതൊരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റുന്നു, സ്വഭാവത്തെ മാറ്റുന്നു, അധപതിപ്പിക്കുന്നു. എന്തും ചെയ്യാനും മടിയില്ലാത്ത വിധത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നു. കായൻ്റെയും ആബേലിൻ്റെയും സഹോദരങ്ങളുടെ ജീവിതവും അതുതന്നെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ എത്ര നല്ല ജ്യേഷ്ഠനും അനുജനുമായിരുന്നു. പക്ഷേ ഒരാൾ കൂടുതൽ ദൈവസന്നിധിയിൽ സ്വീകാര്യനായപ്പോൾ മറ്റേയാൾക്ക് അയാളോട് വലിയ അസൂയ തോന്നി. അതല്ലേ കായേന് ആബേലിനെ കൊല്ലാൻ തോന്നിയത്? അതായത് തന്നേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ മുമ്പിൽ ആബേൽ സ്വീകാര്യനായല്ലോ എന്ന് തോന്നിയപ്പോഴാണ് കായേനിൽ അസൂയ വളർന്നത്. ആ അസൂയ നിയന്ത്രിക്കാനാകാത്ത വിധത്തിലുള്ള അസൂയയായി മാറി. പിന്നീട് സ്വന്തം സഹോദരനെ തന്നെ കൊന്ന ഒരു വ്യക്തിയായിട്ട് ഈ കായൻ മാറുകയാണ്. സ്നേഹമുള്ളവരുടെ ജീവിതത്തിൽ അസൂയ വന്നാൽ നമ്മൾ എന്തും ചെയ്യും. അസൂയ വന്നാൽ എന്തിനേയും നമ്മൾ നശിപ്പിക്കും. ആർക്കെതിരെയും നമ്മൾ തിരിയും. ഭാര്യ ഭർത്താവിനെതിരെ, ഭർത്താവ് ഭാര്യയ്ക്കെതിരെ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കെതിരെ, മക്കൾക്കെതിരെ, അയൽക്കാർക്കെതിരെ, സുഹൃത്തുക്കൾക്കെതിരെ ഒക്കെ അസൂയ നമ്മളെ കൊണ്ടുപോകും. അതിൽ നിന്ന് നമ്മൾ മോചനം നേടേണ്ടതുണ്ട്. അസൂയ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, പ്രശാന്തമായ മനസ്സാണ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നത്. അസൂയയ്ക്ക് അസ്ഥികളെ പോലും ജീർണിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അസ്ഥികളെ ജീർണിപ്പിക്കുക എളുപ്പമല്ല, പക്ഷെ അസൂയയ്ക്ക് അതിനുള്ള ശക്തിയുണ്ടെന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തെ വെട്ടിച്ചുരുക്കുമെന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ നമ്മൾ കാണുന്നത്. ജീവിതത്തെ എങ്ങനെയാണ് വെട്ടിച്ചുരുക്കുന്നത്? രോഗികളായി മാറുന്നു. അസൂയ കൊണ്ട് നടക്കുമ്പോൾ രോഗികളായി മാറുന്നു. കർത്താവ് തന്നെ നമുക്ക് തരുന്ന ഒരു പ്രതിവിധി ഇതാണ്: ജീവിതത്തിൽ സംതൃപ്തിയുള്ളവരായി മാറുക, താരതമ്യം ചെയ്യാതിരിക്കുക. നമ്മൾ മറ്റാരുടെയും വളർച്ച ഉയർച്ചയൊക്കെ നോക്കി അസൂയപ്പെടേണ്ട,
അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവം എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക. ദൈവം എൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുള്ള ഉയർച്ചകളിലേക്ക് നോക്കുക. ദൈവം എൻ്റെ മക്കൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടുകൂടി ജീവിക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ദൈവം നമുക്ക് തരും. അതേ സ്നേഹമുള്ളവരെ, ഈ അസൂയ എന്ന മൂലപാപത്തെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. ആത്മീയമായിട്ട് വളരാനും ഉയരാനും നമുക്കത് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള കൃപ പ്രാർത്ഥിച്ചുകൊണ്ട്, അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തെ പാടി സ്തുതിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്ക് ഈ കൃപയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് ഗാനം ആലപിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങും. പ്രിയനേ യേശുവേ രക്ഷക, എൻ പ്രിയനേ യേശുവേ രക്ഷക, നിൻ കരമെൻ മേൽ വയ്ക്കാം ശുദ്ധി ചെയ്യന്നേ, നിൻ കരമെൻ മേൽ വയ്ക്കാം ശുദ്ധി ചെയ്യന്നേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഒന്ന് ചേർന്ന് കർത്താവേ അനുഗ്രഹിക്കണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, അസൂയ മൂലം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ അശുദ്ധിയും നമ്മളെ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. ഈശോയെ, കുടുംബ ബന്ധങ്ങളിൽ കർത്താവെ ഇടപെടണമേ. ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. അഭിഷേകം കൊണ്ട് നിറയട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ. സ്നേഹമുള്ളവരെ, സഹോദരങ്ങൾക്കിടയിൽ അസൂയ മൂലം എത്ര കുടുംബങ്ങളാണ് സമാധാനമില്ലാതെ കഴിയുന്നത്. കായനും ആബേലും സഹോദരങ്ങളല്ലേ, ഒരേ രക്തത്തിൽ പിറന്നവരല്ലേ. പക്ഷേ അസൂയ വന്നപ്പോൾ അവർ ശത്രുക്കളായി മാറി. ഇതുപോലെ ഇന്ന് എത്രയോ കുടുംബങ്ങളിലാണ് സഹോദരങ്ങൾ തമ്മിൽ ശത്രുതയിൽ കഴിയുന്ന അസൂയ മൂലം. ഇതുപോലെ എത്രയോ പേരാണ് ജോലിയിടങ്ങളിൽ അസൂയ മൂലം നല്ല സുഹൃത്തുക്കളായിരുന്നവർ ശത്രുക്കളായി മാറിയത്. സാവൂളിൻ്റെയും ദാവീദിൻ്റെയും സംഭവം പോലെ എത്രയോ നല്ല സുഹൃത്തുക്കളാണ് പിന്നീട് അസൂയ മൂലം വലിയ ശത്രുക്കളായി മാറുന്നത്. സ്നേഹമുള്ളവരെ, വ്യക്തിപരമായ ജീവിതത്തിലും മറ്റുള്ളവരുടെ ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും നോക്കി അസൂയപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം എടുത്തു കളയുന്നു, സമാധാനം എടുത്തു കളയുന്നു. പ്രാർത്ഥിക്കാൻ പറ്റാത്തവരായി നമ്മൾ മാറുന്നു, അസ്വസ്ഥത നിറഞ്ഞവരായി നമ്മൾ മാറുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുവിൻ. അതേ സ്നേഹമുള്ളവരെ,
എപ്പോഴും ഈ അസൂയ അതിജീവിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. ദൈവം എൻ്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. എന്നിട്ട് ദൈവത്തിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. അസൂയ നമ്മളിൽ നിന്ന് വിട്ടുപോകും. നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായി വളരും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി ഒരുങ്ങുമ്പോൾ, എന്നെ അസൂയ എന്ന ഈ മൂലപാപം എന്നെ ബാധിച്ചിട്ടുണ്ടോ, എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ബാധിച്ചിട്ടുണ്ടോ, ആ മേഖലകൾ സമർപ്പിച്ച് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൂടുതൽ അനുഗ്രഹത്തിന് വേണ്ടി യാചിച്ചുകൊണ്ടും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.